അച്ഛൻ ഇന്നലെ നല്ല മഴ അല്ലേ? നല്ല മഴ. നിങ്ങൾ അറിഞ്ഞിനാ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഞാനിന്നല്ല അറിഞ്ഞിട്ടേ ഇല്ല. ഇടിമുട്ടുന്നത് പറഞ്ഞിട്ടേ ഇല്ല. 2 വലിയ ഇടി ഉണ്ടായിന്നല്ല. ഞാനറിയില്ല. കറണ്ട് പോവും ചെയ്തിനി. ശരി. മിനിയാന്ന് പോയിട്ട് ഞാൻ അറിഞ്ഞു. അതിന് രാത്രിക്ക് അത് ഒരു മണീന്റെ അടുത്താറ്റാന്ന് തോന്നുന്നു. അതേ ഞാൻ അറിയും. ഇന്നലത്തെ ഒന്നും അറിയില്ല. ഇന്നലെ അത്രയായിട്ടോ 10 മണിയൊന്നും ആയിട്ടാ. നേരം നല്ല ഉറക്കം വരും എനിക്ക്. അതെല്ലേ, വലിയ 2 ഇടി ഉണ്ടായിനി. ഉറങ്ങാ പിന്നെ അറിയില്ല, അറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഓരോ ഉറക്കവും നല്ലോണം ഉറങ്ങും. പിന്നെ അറിഞ്ഞുകൊടുക്കും അല്ലേ. എന്റെ വറകലിൽ ഇന്നലെ നഞ്ഞിനാടി എടുത്തു വെച്ചത്. പിള്ളേർക്ക് വൈകുന്നേരം എന്തെങ്കിലും ആക്കണമെങ്കിൽ ഇപ്പം അത് ഉണങ്ങി തന്നെ വേണം. ആരും എടുത്തു വെച്ചില്ല. ഒന്നും വെച്ചിട്ടാന്നേ. ഗ്യാസിനൊന്നും ഇപ്പം വിശ്വസിച്ചൂടെ. ഇപ്പം തീർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കണക്കായി. കത്തിക്കലുണ്ടാവില്ല. കൊറച്ച് ഞാൻ ആടെ എടുത്ത് വെച്ചിന് ഷീറ്റിന്റെ ഉള്ളിന്ന്. വലിയ വറകാന്ന്. അച്ഛൻ ഞാനെന്നാ പിള്ളേർക്ക് എന്തെങ്കിലും ആക്കട്ടെ. ഞാനിങ്ങോട്ട് പോട്ടെ മോളെ. എന്നാ നിങ്ങ പോട്. അമ്മ ഒറ്റക്കല്ലോ അല്ലേ? അമ്മ ഒറ്റക്കല്ലോ. പിന്നെ ഇത് അച്ഛൻ്റെ അരിപ്പാ? അല്ലാണ്ട് ഇപ്പൊ താഴല്ലേ. താഴെ. അച്ഛൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ എന്നാ പിള്ളേർ വരുമ്പോ ഒരു പലഹാരം ഉണ്ടാകട്ടെ. ഞാൻ പിള്ളേർക്ക് വൈകുന്നേരത്തേക്ക് ഒരു പലഹാരം അടിച്ചു വെക്കാൻ വേണ്ടിട്ടാണ്. ഇന്നലെ വിചാരിക്കാണ്ട് മഴ പെയ്തിട്ടേ എന്നെ വറകെല്ലാം നഞ്ഞിട്ടേ. പിന്നെ ഞാൻ അടുന്നാക്കണ്ട്. ഇന്നലെ പറയല നഞ്ഞല്ലേ. പിന്നെ എന്താ ചെയ്യണ്ടല്ലേ? ഗ്യാസ് ഉണ്ടാക്കിക്കോ. അപ്പൊ ഇന്നത്തെ ലതയുടെ പരിപാടി എന്നാണ്. എന്താപ്പാന്ന് കാണുമ്പോ മനസ്സിലാവും അല്ലേ. ഒരപ്പാണ്. ഒരു സ്റ്റീലിന്റെ ബോണി വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്തൊന്ന് വെള്ള ചൂടോളാ. നീ ഇതിലേക്ക് ഉപ്പ് അല്ലേ. വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വറുത്തെടുത്ത അരിപ്പൊടി അല്ലേ. കട്ട അതങ്ങ് ഇളക്കി കൊടുക്കണം അല്ലേ. എന്തായാലും കട്ട കിട്ടും. ഇനി ഇതായിട്ട് മുടിക്കും കഴിക്കല്ലേ. അങ്ങനെ നമ്മുടെ മാവനം ഏകദേശം ബന്ധിട്ടുണ്ട് അല്ലെ. അടുത്ത ഇത് തനിയ മക്കണം. ഇതൊന്ന് തനിയ മക്കണേ. ഇതിലേക്ക് ഇനി നമ്മുടെ തേങ്ങ ചെറിയത്, ചെറിയുള്ളി ചെറുങ്ങനെ കുനുകുന അരിഞ്ഞത്, കുറച്ച് ജീരക അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്നുകൂടെ കുഴച്ചെടുക്കുക. ചൂട് തന്നെയാ. കുറച്ച് തണിയിട്ട് എല്ലാം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. കല്ല് വെച്ച് കൊടുക്കുക അല്ലെ. ചൂട് കുറഞ്ഞില്ലേ? നീ ഇളം ചൂടിൽ പരത്തിയിടണം അല്ല. നമ്മുടെ കല്ലിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. കൈക്ക്
കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് ഉള്ളി എടുക്കുക, പരത്തുക, കല്ലിൽ വെക്കുക. കൈക്ക് വെളിച്ചെണ്ണ ആക്കുക, ഉരുട്ടുക, പരത്തുക, വെക്കുക. വേണം കുറച്ച് തടിച്ചിട്ട് ഒന്ന് കുറച്ചും കൂടെ കരത്തിലും വെക്കാം അല്ലേ, ഇനി നല്ലോണം വെന്ത് കിട്ടും. നല്ലോണം പൊരിയിട്ട് ആയാ. ഓക്കെ. നല്ലോണം ബഹുവാണല്ലേ, വെള്ളം ചൂടിൽ ഇങ്ങനെ നല്ലോണം പൊരിയണം, നല്ല ഉള്ളു പോലും. രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എല്ലാം ഒന്ന് ആക്കട്ടെ. അപ്പോൾ 2-3 ഞാൻ ടേസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടേ. അപ്പോൾ കുറച്ച് അയിലക്കറി ഉണ്ട്, തേങ്ങച്ച അയിലക്കറിയാണ്. കഴിച്ചു നോക്കട്ടെ. ആദ്യം ഒന്ന് പൊട്ടിച്ചു നോക്കട്ടെ. 2 കൈ കൊണ്ട് പൊട്ടിച്ചു നോക്കാം. ഉള്ളെല്ലാം നല്ല വൃത്തി വന്നിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെ തിന്നു നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ചെറിയുള്ളി, ജീരകം, തേങ്ങ, സംഭവം അടിപൊളി. അത്യാവശ്യം മീൻകറി വെച്ചു കൊടുത്തു. സംഭവം കിട്ടിയില്ലേ, നല്ല സോഫ്റ്റും ആണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഒന്നും പറയാനില്ല. ആ മീൻകറിയും കൂടെ വയ്ക്കുമ്പോ ഉണ്ടല്ലോ എന്താ രുചി. അതിലൊരു ചെറിയ കഷ്ണം കൂടി എടുക്കാം, പീസ് എല്ലാം കൂടി ഇതാ കറിയിലൊന്ന് മിക്സ് ആക്കിയിട്ട് രാവിലെ ദോശക്ക് പകരം ഉണ്ടാക്കാൻ പറ്റിയ പലഹാരമാണ്. സംഭവം സൂപ്പർ, ഒന്നും പറയാനില്ല. എന്നാ പിന്നെ ഇത് ആസ്വദിച്ച് കഴിക്കട്ടെ. ഓക്കെ, പെട്ടെന്ന് ആക്കാൻ പറ്റിയ പലഹാരമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ.